1989 EK ഇബ്ബിച്ചി ബാവ CPM-ന്റെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് മുരളീധരൻ ലോക്സഭയിലേക്ക് ആദ്യമായിട്ട് കോഴിക്കോട്ട് അതെ റൈറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ 1998 ഇതേ മുരളീധരൻ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് PV രാഘവനോടാണ് അദ്ദേഹം തോറ്റത്. അപ്പം ഇപ്പം ഈ തെരഞ്ഞെടുപ്പൊക്കെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ മുമ്പിൽ ഉയരുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നാണ്. കാരണം ഇപ്പം തന്നെ കോൺഗ്രസ്സിൽ പല രീതിയിലുള്ള തർക്കങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തോൽവിയെ തുടർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുരളീധരൻ തന്നെ പറയുന്നു, ഞാൻ ഇനി മത്സരത്തിനില്ല, നിയമസഭയിലും ഇല്ല ലോക്സഭയിലും ഇല്ല. അതേസമയം മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ളൊരു ആവശ്യവും മുമ്പോട്ട് വരുന്നുണ്ട്. എന്താണ് ഇനി മുരളീധരൻ്റെ ഒരു ഭാവി? മുരളീധരന് രാഷ്ട്രീയമായി യാതൊരു തരത്തിലുള്ള ആശങ്കയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിന് ഫിറ്റായ ഒരു രാഷ്ട്രീയക്കാരനാണ് മുരളീധരൻ. കേരളത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ പ്ലസും മൈനസും പഠിച്ച് കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ്റെയും കേരളത്തിലെ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെയും അനുഭാവികളുടെയൊക്കെ വിചാരങ്ങൾ കൊച്ചുനാൾ ചെറുപ്പം തൊട്ടേ മനസ്സിലാക്കി വന്ന ഒരാളാണ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൻ്റെ എല്ലാ ദോഷങ്ങളും അതിൻ്റെ എല്ലാ ശക്തിയും അതിൻ്റെ എല്ലാ ദൗർബല്യങ്ങളും മുരളീധരനുണ്ട്. അതുകൊണ്ട് ജനത്തിനെ എങ്ങനെ പരിഗണിക്കണമെന്നും ജനത്തിനെ എങ്ങനെ അവഗണിക്കണം എന്നൊക്കെ മുരളീധരൻ നന്നായിട്ട് അറിയാം. KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്തെല്ലാം ആരോപണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വന്നത്, KPCC ഓഫീസിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് എന്ന് ഇന്നത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും പറഞ്ഞത് നമ്മുടെ ഫ്ലോറുകളിലൊക്കെ ഉണ്ട്, പബ്ലിക് പ്ലാറ്റ്ഫോമിലുണ്ട്. അതുകൊണ്ട് ആകെ മുരളീധരന് പറ്റുന്ന ഒരു അബദ്ധമേ ഉള്ളൂ, വല്ലപ്പോഴും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിന് അമിതമായ ആത്മവിശ്വാസമുണ്ട്. അത് കരുണാകരൻ്റെ മോനായതിൻ്റെ ഒരു കുഴപ്പമാണ്. കരുണാകരൻ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ടും ആത്മധൈര്യം കൊണ്ടും അമിതമായ കഠിനപ്രയത്നം കൊണ്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ വിശുദ്ധമായ ദൈവവിശ്വാസം കൊണ്ടും പിന്നെ ഈ പ്രജാവാത്സല്യം കൊണ്ടും തൃശ്ശൂരിൽ അതിൻ്റെ ഗുണം മുരളീധരന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂരിൽ മുരളീധരൻ ഒന്നാമത്. മുരളീധരൻ അതിൻ്റെ കണക്ക് വേറെ പരിശോധിക്കണം. ഇതിൽ ആരാണ് മുരളീധരനെ പറ്റിച്ചത്? ഗുരുവായൂർ ആരുടെ സീറ്റാണ്? ഗുരുവായൂർ എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ അക്കൗണ്ടിൽ വരുന്ന സീറ്റാണ്. മുസ്ലിങ്ങൾക്ക് നല്ല 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 വോട്ട് ഷെയറുള്ള സീറ്റാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അവർക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ വിശ്വാസം അർപ്പിച്ച മുസ്ലിം വോട്ടർമാർ മുരളിയെ കൈയൊഴിച്ചില്ല. കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ച നാട്ടിക ഉൾപ്പെടെയുള്ള തീരദേശങ്ങളിലെ മുസ്ലിം വോട്ടർമാർക്ക് എന്ത് പറ്റി? ആ വോട്ട് ആരാണ് സുനിൽകുമാറിന്? അതാണ് പക്ഷേ ഇവിടെ എപ്പോഴും ആളുകൾ ഇപ്പോൾ ചർച്ചയാക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ BJP-യിലേക്ക് പോയി, കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ എന്നുള്ള പറയുന്നുണ്ട്. അത് ശരിയാണോ? യഥാർത്ഥത്തിൽ ഇപ്പം മാഷ് പറഞ്ഞ പോലെ നാട്ടികയിൽ ഒരു സ്ട്രോങ് ഹോൾഡായിരുന്നു CPI-യുടെ. അവിടുന്ന് വലിയ വോട്ടുകളാണ് സുരേഷ് ഗോപിയിലേക്ക് മറിഞ്ഞിട്ടുള്ളത്. അല്ല, എങ്കിൽ തന്നെ പോയത് എനിക്കൊന്ന് കോൺഗ്രസിൻ്റെ വോട്ടാണ് വലിയ തോതിൽ പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പോയിട്ടുണ്ടല്ലോ, ധാരാളം നടത്തി. നമ്മൾ തന്നെ ഇതിനു മുമ്പ് നടത്തിയ റിവ്യൂവിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വലിയ തോതിൽ പോയിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് BJP-ക്ക് അവിടെ മാത്രമല്ല, തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിലാകെ BJP 11 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. 9 സീറ്റിൽ 2ാം സ്ഥാനത്ത് വന്നു, സംസ്ഥാനത്ത് 10 സീറ്റിൽ 3ാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30 സീറ്റിൽ BJP ഗണ്യമായി അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ ആദ്യത്തെ ഇപ്പോൾ ലീഡ് ചെയ്ത കേരളത്തിൽ 11 സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നു. 11 നിയമസഭാ മണ്ഡലത്തിൽ ആ 11 സീറ്റും ഇടതുപക്ഷത്തിൻ്റെതാണ്. 9 എണ്ണം CPM-ൻ്റേതാണ്, 2 എണ്ണം CPI-യുടേതാണ്. ആ കണക്കെടുത്ത് നോക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇടതുപക്ഷ വോട്ട് പോയിട്ടുണ്ട്, യാതൊരു തർക്കമില്ല. ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ് പോയത്, വ്യാപകമായിട്ട് പോയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ട് എല്ലായിടത്തും കോൺഗ്രസ് വോട്ട് നിലനിർത്തിയിട്ടുണ്ട്. അവർക്ക് പലയിടത്തും നിഷ്പക്ഷ വോട്ടുകളും CPM-ൻ്റെ തന്നെ ഒരു പെർസെൻറ്റേജ് വോട്ടുകളൊക്കെ പലയിടത്തും കിട്ടിയിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് അതല്ല. ഇപ്പോൾ തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നിർബന്ധമായും TN പ്രതാപന് കിട്ടിയ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് പോയി? അത് സുനിൽകുമാറിന് പോയി. അതുകൊണ്ട് സുനിൽകുമാറിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ BJP-ക്കും പോയി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു വോട്ട് ഫ്ലോ ഉണ്ടല്ലോ,
അത് പഠിച്ചു വരുമ്പോൾ വളരെ സിമ്പിളാണ്. ഇത് വരുമെന്ന് നേരത്തെ പറഞ്ഞാണ് നമ്മൾ, ഒരു പക്ഷേ ഉറപ്പിച്ച് പറഞ്ഞാണ് നമ്മൾ. ഇലക്ഷൻ്റെ മുമ്പ് തന്നെ ABC വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 സീറ്റിൽ, ഏറ്റവും ചുരുങ്ങിയത് 2 സീറ്റിൽ BJP ജയിച്ചിരിക്കും. അത് ഒന്ന് തിരുവനന്തപുരമാണ്, ഒന്ന് തൃശ്ശൂരാണ്. ചെറിയ വോട്ട് വ്യത്യാസത്തിന് മാത്രമേ തിരുവനന്തപുരത്ത് ശശി തരൂർ രക്ഷപ്പെട്ടു പോയത്. ബാക്കി നമ്മൾ ഞാൻ പറഞ്ഞത് ഇതൊന്നും പറയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, വലിയ കങ്കാണിമാർ ഒന്ന് കണക്കൂട്ടൊന്നും വേണ്ട, വളരെ കൃത്യമാണ്. അതുകൊണ്ട് മുരളിക്ക് സംഭവിക്കാനുള്ളത്, മുരളിക്ക് ആകെ അബദ്ധം പറ്റിയിട്ടുള്ളത് കോൺഫിഡൻസിലാണ്. 2 തവണ അദ്ദേഹത്തിന്, ഒന്ന് അദ്ദേഹത്തോട് വലിയ വെറുപ്പ് വളർന്നു വന്നത് അച്ഛനെ വെച്ചുകൊണ്ട്, അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി കളിച്ചപ്പോഴാണ്. ആദ്യം ഓർമ്മയില്ല, കിങ്ങിണി കുട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അറിഞ്ഞില്ല എന്ന ഭാവന അദ്ദേഹം ഒരു കണ്ണടച്ചു പിടിച്ചിട്ട് പതുക്കെ മോനും മോൾക്കൊക്കെ സീറ്റ് വാങ്ങിക്കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. അതായിരുന്നു ഇവർക്ക് ഏറ്റവും മോശപ്പേരുണ്ടായ, ചീത്തപ്പേരുണ്ടായ, മുരളിക്ക് ചീത്തപ്പേരുണ്ടായ ഒരു കാലം. പിന്നെ അദ്ദേഹം KPCC പ്രസിഡൻ്റായി വന്നത്, സേവാദളിൻ്റെ ചെയർമാനായി വന്ന് അതിവേഗത്തിൽ KPCC പ്രസിഡൻ്റായത് അച്ഛൻ്റെ വഴിയിലൂടെയാണെന്നൊരു ആരോപണം വന്നു. മുരളി എപ്പോഴും ഒരു പരീക്ഷണ വസ്തുവാണ്. അല്ല, മുരളി പരീക്ഷിക്കാൻ നിന്നതാണ്. സ്വയം അദ്ദേഹത്തെ ആരും പരീക്ഷണ വസ്തു ആക്കിയതല്ല. അദ്ദേഹം പരീക്ഷണത്തിലേക്ക് എടുത്തു ചാടാൻ, എന്തും നേരിടാൻ അദ്ദേഹം തയ്യാറാണ്. ആലോചിച്ച് നോക്കൂ, എത്ര വ്യത്യസ്തമുള്ള ഭൂപ്രദേശങ്ങളിലേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. വട്ടിയൂർക്കാവിലേക്ക് അദ്ദേഹം സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, എവിടെയെല്ലാം, വടകര പോയിരുന്നു, വട്ടിയൂർക്കാവിൽ പോയിരുന്നു, തൃശ്ശൂരിൽ വടക്കാഞ്ചേരി തോറ്റു. ഞാൻ പറഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് തോറ്റ ഏക മന്ത്രിയും മുരളി, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പരീക്ഷണങ്ങൾക്കൊക്കെ അദ്ദേഹം തയ്യാറാണ്. അതുകൊണ്ട് എനിക്ക് തോന്നി അദ്ദേഹത്തിന് 2 പറ്റി. ഒന്ന്, അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി കളിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. 2, അച്ഛന് വേണ്ടി മുരളി അച്ഛനെ കളിപ്പിച്ചപ്പോൾ, അപ്പോഴാണ് കോൺഗ്രസ് വിട്ടുപോയതും ദുഷ്പേരുണ്ടാക്കിയതും പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് എന്തെങ്കിലും ഒരു ദുഷ്പേര്, എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക്, ഒരു ഡ്രോബാക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രൊഫൈലിൽ ഉണ്ടെങ്കിൽ അത് ആ പോക്കാണല്ലോ. പാർട്ടി വിട്ടുപോയി തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇപ്പോഴും. പത്മജ പോലും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണല്ലോ. അതാണ് ഒരു കാര്യം. പക്ഷേ മുരളിക്ക് ഇനിയും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും രാഷ്ട്രീയ ജീവിയാണ് അദ്ദേഹം. രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കൽ മീൻസ് ഈ പൊളിറ്റിക്കൽ കരിയറിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ പൊളിറ്റിക്സാണ്, വേറൊരു പണിയും അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരൻ എന്താണോ അത് മലയാളിക്ക് കൃത്യമായി മാതൃകയാക്കാവുന്ന ഒരാളാണ് ആ അർത്ഥത്തിൽ. ഈ പറഞ്ഞ ഐഡിയൽ പൊളിറ്റീഷ്യൻ അല്ല. ഈ രാഷ്ട്രീയക്കാരനെ നമ്മൾ കാണുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ, രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കണം, കാശ് കൊടുത്തായാലും കാര്യം നടക്കുമോ ഇല്ലയോ, അങ്ങനെയാണ് പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരു ചിത്രം. അല്ലാതെ സത്യസന്ധത, ധാർമ്മികത തുടങ്ങിയ മൂല്യങ്ങളൊന്നും അല്ലല്ലോ ഈ ഒരു പൊളിറ്റിക്കൽ കരിയറിസ്റ്റിന് അതൊന്നല്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ മുരളി ലക്ഷണമൊത്ത മലയാളി മിഡിൽ ക്ലാസ് ഇന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് നേടിക്കൊടുക്കുന്ന രാഷ്ട്രീയക്കാരാണ് മുരളി. അതൊന്നും സംഭവിക്കാനില്ല. മുരളി ഒന്നുകിലും വയനാട് പോയി നിൽക്കുക, അദ്ദേഹത്തിന് ഇപ്പോൾ ആയിരുന്നു വലിയ ക്രേസ് ഉണ്ടാവില്ല. എന്തിനാണ്? പക്ഷേ വയനാട് നിന്ന് മുരളിക്ക് എന്തെങ്കിലും തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ അല്ല, അത് പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പോകാനും സാധ്യതയില്ല. തോൽവിക്കൊന്നും സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറവാണ്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി കിട്ടിയതുപോലുള്ള ഭൂരിപക്ഷമൊന്നും കിട്ടിയെന്ന് വരില്ല. എങ്കിലും അദ്ദേഹം വയനാട്ടിൽ പോയി എന്നാലും ജയിക്കും. പക്ഷെ നിൽക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് അതിൽ. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ MP ആകാനുള്ള പൂതിയൊന്നുമില്ലല്ലോ. എത്ര തവണ ആയതാണല്ലോ, എത്ര കാലമായി. ഇനിയിപ്പോൾ അതൊന്നുമല്ല. അദ്ദേഹം കേരള രാഷ്ട്രീയമായിരിക്കും ഊന്നുണ്ടാവുക. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കളിയൊക്കെ ഇപ്പോൾ കളിക്കുന്നത് ഈ സുധാകരനെ ഒറ്റപ്പെടുത്താൻ ഒരു കാര്യം ഉറപ്പിച്ചോളൂ. സുധാകരനെങ്ങാനും കണ്ണൂരിൽ തോറ്റിരുന്നെങ്കിൽ സുധാകരൻ സ്ഥാനത്തേക്ക് അതിവേഗത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തെറിക്കും. അവിടെ പകരം ആൾ വരും. വരാനുള്ള വലിയ ചരടുവലികളൊക്കെ നടത്തി വെച്ചിട്ടുണ്ടാവും മുരളീധരൻ. അപ്പോൾ KPCC പ്രസിഡന്റ് ആവുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. അദ്ദേഹം എപ്പോഴും അടുത്ത തവണ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കളികളും കളിച്ചു നോക്കി. അദ്ദേഹത്തിന് അറിയാം ഇനിയിപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ തത്തുല്യമായ കരിയറും ഉള്ളവരാണ്, പ്രൊഫൈലുള്ളവരാണ് എല്ലാവരും. VD സതീശന് മീതെ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ഒന്ന് ക്ലെയിം ചെയ്യാവുന്നതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ. സുധാകരനെ മാറ്റി നിർത്തിയാൽ പിന്നെ ആര്? ശൂന്യമാണല്ലോ കളം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയൊന്നും ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മീതെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ ഇനി ആരും തയ്യാറാവും തോന്നുന്നില്ല. അദ്ദേഹം ഏതാണ്ട് ഫീൽഡ് ഔട്ട് മീൻസ് ഒരു മങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലക്കുള്ള എല്ലാ ക്വാളിറ്റീസും നമ്മുടെ കേരളത്തിന് ആവശ്യമുള്ള ജാതി സൂത്രവാക്യങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഉണ്ടല്ലോ. ന്യൂനപക്ഷം ഭരിക്കാൻ പാടില്ല എന്നായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ NSS ഉൾപ്പെടെയുള്ളവരുടെ ഒരു മന്ത്രം സ്വകാര്യമായിട്ട് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ.
അപ്പോൾ ആ ഒരു അവസ്ഥ പോയി. ഇനി ഒരിക്കലും ഇനി ഒരു 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 ഒന്നാലോചിച്ച് നോക്കുക, ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി വരുമെന്ന് കോൺഗ്രസിൽ നിന്ന് ഭയപ്പെടേണ്ടതില്ലല്ലോ. ആരുണ്ട്? എം ഹസൻ ആൾമോസ്റ്റ് ഔട്ടാണ്. പിന്നെ BJP ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ബെന്നി ബെഹനാനെ പോലുള്ള ആളുകളാണ്. അവരൊന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും പരിഗണിക്കപ്പെടാവുന്ന പ്രൊഫൈലിലില്ല. അപ്പോൾ അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയാവുക, അപ്പോൾ 2 പേരേ ഉള്ളൂ. VD സതീശൻ അല്ലെങ്കിൽ K മുരളീധരൻ. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇല്ലെങ്കിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് K മുരളീധരൻ ഒന്നും സംഭവിക്കാനില്ല. K മുരളീധരന് ആകെ ഉള്ള ഒരു കുഴപ്പം, അദ്ദേഹം കാണിച്ചൊരു ദുഷ്പേര് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഇപ്പം DCCയിൽ കൂട്ടത്തല്ലും ആകെ നാണക്കേട് ഉണ്ടാക്കുന്ന അല്ല, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനിൽ നിന്ന് അദ്ദേഹം പഠിച്ച ഏറ്റവും പോസിറ്റീവായ പാഠം ഗ്രൂപ്പ് നിലനിർത്തുക എന്നുള്ളതാണ്. K മുരളീധരനോടും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ അതുണ്ടാവില്ല. കാരണം കുട്ടിക്കാലം തൊട്ട് കിട്ടുന്നൊരു പാഠമാണത്. കാരണം കേരളത്തിലെ ഏറ്റവും പോസിറ്റീവായ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾ കരുണാകരൻ തന്നെയാണ്. ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഏത് ആപൽഘട്ടത്തിലും അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ടതൊക്കെ നേടിക്കൊടുക്കുക, അവർക്ക് അവിഹിതമായ സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കാൻ പോലും യാതൊരു മടിയുമില്ലാതെ നിലനിൽക്കുക. അങ്ങനെ ഒന്നൊരാളല്ലേ കരുണാകരൻ. ആൻ്റണിയുടെ ഗ്രൂപ്പല്ലല്ലോ കരുണാകരൻ്റെ ഗ്രൂപ്പ്. ആൻ്റണിയുടെ ഗ്രൂപ്പിൽ ഒരാളേ ഉള്ളൂ, അത് ആൻ്റണി മാത്രമാണ് എല്ലാ കാലത്തും. കരുണാകരൻ അങ്ങനെയല്ല. കരുണാകരൻ്റെ ഗ്രൂപ്പിൽ കരുണാകരൻ മൈനസ് ചെയ്താൽ പോലും ഒരുപാട് പേര് ഇപ്പോഴും ഞാൻ കരുണാകരൻ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് കരുണാകരന് യാതൊരു കുഴപ്പമില്ല. മുരളി ഇപ്പോൾ രക്തസാക്ഷിയുടെ പരിവേഷമാണ്. മുരളിയുടെ കേടുകൊണ്ടല്ലല്ലോ തോറ്റത്. കാരണം അദ്ദേഹം ആ റിസ്ക് എടുത്തതുകൊണ്ടാണല്ലോ. വടകര സീറ്റ് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വേണം എന്ന് വരികയും യൂത്തായിട്ടുള്ള ഒരാൾ വരികയും ഷാഫി പറമ്പിലിനെ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോൾ ശരി തൃശ്ശൂർ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് മാറിക്കൊടുത്താണല്ലോ. അപ്പോൾ അദ്ദേഹം എടുത്ത റിസ്ക്കാണ്. അതിനിപ്പോൾ രക്തസാക്ഷിയുടെ പരിവേഷമുണ്ട്. കോൺഗ്രസിനകത്ത് ആരും ഇപ്പം മുരളീധരനെതിരല്ല. യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. മുരളിക്ക് പണ്ടുണ്ടായിരുന്ന ശത്രുത പോലും ഇപ്പോൾ പാർട്ടിക്കകത്തില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് മുരളി പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സംഘടനാ സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല തൃശ്ശൂർ. അല്ല, അത് പറയാം. അത് അന്നേരത്തെ ഒരു വികാരം വസ്തുതയാണെന്നേ. അപ്പോൾ പറഞ്ഞതാണ്. വൈകാരികമായി പറയുന്നതായിരിക്കും വസ്തുത, അതായിരിക്കും സത്യം. ദേഷ്യം വരുമ്പോൾ സങ്കടം വരുമ്പോഴൊക്കെ പറയുമ്പോഴാണ് സത്യം വിളിച്ച് പറയാൻ അറിയാതെ. അതാണ് സത്യം. തൃശ്ശൂർ മുരളീധരനല്ല ആര് നിന്നാലും തോൽപ്പിക്കാനുള്ള പണികൾ പ്രതാപൻ ചെയ്തിട്ടുണ്ട്. പ്രതാപൻ്റെ കൂട്ടരും പ്രതാപൻ്റെ ഗ്രൂപ്പും ചെയ്തിട്ടുണ്ട്. വസ്തുതയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ തല്ലൊക്കെ. പക്ഷേ മുരളി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അനിൽ അക്കരെയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലെ നഗരങ്ങളിൽ ഉണ്ടാവാം, അറിഞ്ഞൂടാ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മുരളിക്കെതിരെയുള്ള ഗ്രൂപ്പുകളൊക്കെ നന്നായി സജീവമായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇദ്ദേഹം സമ്മതിച്ചാലും ഇല്ലെങ്കിലും പത്മജ ഫാക്ടർ ഒരു ഫാക്ടറല്ലേ. നല്ലൊരു ശതമാനം ഇപ്പോൾ കരുണാകരനെ സ്നേഹിച്ചിരുന്ന ആളുകൾ പത്മജയെയും സ്നേഹിക്കുന്നുണ്ടാവുമല്ലോ തുല്യമായിട്ട്. അപ്പോൾ ആ വോട്ട് BJPക്ക് നേടിക്കൊടുക്കും. അതിനെല്ലാം അതീതമായിട്ട് രാഷ്ട്രീയത്തിനപ്പുറം സുരേഷ് ഗോപിയെ ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അല്ല, അത് വേറെ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ 3.25 ലക്ഷം വോട്ടിനല്ലേ ജയിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പിസം കൊണ്ടൊന്നുമല്ല. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തൃശ്ശൂർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് തോന്നുന്നത് ഈ ഒരു വലിയ കൊടുങ്കാറ്റ് ഞാനിത് സുരേഷ് ഗോപി അവിടെ വിജയത്തിന് ശേഷം തൃശ്ശൂർ എത്തിയപ്പോൾ റോഡ് ഷോ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായി. അവിടെ വലിയ രീതിയിലുള്ളൊരു സ്ത്രീകളുടെ ജനാവലി, തട്ടമിട്ട മുസ്ലിം സ്ത്രീകളടക്കം സുരേഷ് ഗോപിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അവിടെയുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അതൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരുടെ കണ്ണുകൊണ്ട് തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ ക്യാമറയുടെ മുമ്പിലാണെന്ന എന്നൊരു ഭാവത്തിലാണ് എന്നൊക്കെ അത് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം കുറേ കൂടി മാറുമായിരിക്കും. എന്തായാലും ആ പെരുമാറ്റവും ഒരു പക്ഷേ നമ്മൾ കാണുന്ന പോലെയല്ല. നമ്മൾ കേരളത്തിലെ പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും കണ്ടതുപോലെയല്ല അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ട പ്രേക്ഷകരായ അമ്മമാരും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ കണ്ടത്. അവർക്കിഷ്ടം അതാണ്. അദ്ദേഹം സ്ക്രീനിലെ പോലെ ജീവിതത്തിലും പെരുമാറാനാണ്, അല്ലെങ്കിൽ സിനിമയിലെ പോലെ രാഷ്ട്രീയത്തിലും പെരുമാറാനാണ്. അത് അദ്ദേഹത്തിന് നിലനിർത്തുന്നതായിരിക്കും ഗുണമെന്ന് അദ്ദേഹം പഠിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി സ്വീകാര്യമായ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മാറുമായിരിക്കും. തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിയായി വരുന്ന സുരേഷ് ഗോപി മറ്റൊരാളായിട്ട് നമ്മൾ കാണേണ്ടി വരും. പക്ഷേ K മുരളീധരനൊന്നും പേടിക്കാനില്ല. അദ്ദേഹം പേടിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പിൽ ഒരുപാട് ചോയ്സ് ഉണ്ടാവും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അദ്ദേഹം ചാടി പിടിക്കും. എന്തായാലും അദ്ദേഹം കുറച്ചു കാലം വനവാസമായിരിക്കും. ആര്? മുരളീധരൻ എവിടെയും പോകില്ലെന്നേ. അതൊക്കെ വെറുതെ പറയണം. മുരളിയല്ലേ ആള്. മുരളിയുടെ ശീലം ആർക്കാ അറിഞ്ഞൂടാത്ത. അദ്ദേഹം സങ്കടപ്പെടുന്നു. അപ്പോൾ എന്താണെന്ന് അറിയാം, മുരളി ഭവനിലെ മുരളി സദനത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നും ആളുകൾ അങ്ങോട്ട് കാണാൻ ചെല്ലും. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കാണാൻ ചെല്ലിയല്ലേ. അദ്ദേഹത്തിന് അറിയാം ഈ ചില ഡ്രാമയൊക്കെ ചില നേരത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അദ്ദേഹം എവിടെയും പോകില്ല. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലുണ്ടാവും.
കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടാവും. കുറേ കൂടി അദ്ദേഹത്തിൻ്റെ സാധ്യതകളൊന്നും പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഇത് ഉപയോഗിച്ചു. എന്തായാലും അടവും തടവും ഒക്കെ അറിയുന്ന ആൾ തന്നെയാണ്. നന്നായിട്ട് അറിയുന്ന ആളാണ് മുരളി, നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ മുരളിക്ക് നന്മ നേരാം. അതെ അതെ, യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.